ഹലോ ചങ്ങാതിമാരെ, ദീപൻ ആൻഡ് ധർമ്മൻ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി നമ്മുടെ പഴയകാല ഓണക്കളിപ്പാട്ടിൻ്റെ ഒരു ആശാനാണ്. അപ്പോൾ ആശാൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം, ആശാനെ പരിചയപ്പെടാം. വരും ആശാനെ. നമസ്കാരം. നമസ്കാരം. ഇതാണ് നമ്മുടെ ആശാൻ, ഓണങ്ങളിപ്പാട്ടിൻ്റെ ആശാൻ. ഈ നാട്ടിലെ ഓണങ്ങളിപ്പാട്ടിൻ്റെ പ്രഗത്ഭനായ ഒരു ആശാനാണ്. അപ്പോൾ ആശാൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ആശാനെ, എന്താണ് ആശാന്റെ പേര്? പേര് മോഹനൻ. മോഹൻ ആശാൻ. അപ്പോൾ ഈ നാട്ടിൻ്റെ മോഹൻ ആശാനാണ്. അപ്പോൾ ഓണങ്ങളിപ്പാട്ട് മാത്രമല്ല, പലവിധ പാട്ടുകളിലും ആശാൻ പ്രഗത്ഭനാണ്. കൂടാതെ കാണുന്ന ഈ പച്ചക്കറി കൃഷി മുഴുവനും അദ്ദേഹത്തിൻ്റെ കഴിവുകളാണ്. കൂടാതെ മറ്റു പണികളും അദ്ദേഹം ചെയ്യും. അപ്പോൾ ഈ മോഹൻ ആശാന്റെ മറ്റു കാര്യങ്ങളിലേക്ക് നടക്കാം. ആശാനെ, എത്ര കാലമായി ആശാൻ ഈ ഓണങ്ങളിപ്പാട്ട് തുടങ്ങിയിട്ട്? ഞാൻ ഒരു 20-23 വയസ്സ് തുടങ്ങിയതാണ്. 23 വയസ്സിൽ തുടങ്ങിയതാണ്. 68 വയസ്സായി. അങ്ങനെ ആ കല കൊണ്ട് കിടക്കുന്നു. ഇപ്പൊ കൃഷി ഏതൊക്കെയാണ്? കൃഷി ഇവിടെ എല്ലാ കൃഷിയും ഉണ്ട് എൻ്റെ. പയറ്, ചൊരയ്ക്ക, പടവലങ്ങ, പീച്ചിങ്ങ, വെണ്ടയ്ക്ക, ചീര, അങ്ങനെ എല്ലാ കൃഷികളും അല്ലേ? ഫലങ്ങളൊക്കെ ഉണ്ടായി വരികയാണ്. അപ്പൊ ആശാനും ശിഷ്യനും കൂടിയാണ് ഈ കൃഷി മുഴുവൻ നടത്തുന്നത്. ഓക്കെ ആശാനെ, ഈ പഴയ കാലത്തെ ഓണക്കളിപ്പാട്ടും ഇപ്പോഴത്തെ ഓണക്കളിപ്പാട്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പഴയ കാലത്തെന്ന് പറഞ്ഞാൽ നല്ല ചോടൊക്കെ വെച്ച് കളിക്കാറുണ്ട്. ഇപ്പൊ വെറുതെ ആടിയൊന്നും കളിക്കുന്നത് അത്ര ഉള്ളൂ. കയ്യാട്ടം കാലാട്ടം മാത്രമേ. ഡാൻസ് ആണ്. പക്ഷേ പഴയ കാലത്ത് ഭയങ്കര വ്യത്യാസമുണ്ട്. അന്ന് ഇപ്പൊ ആ പഴയ പാട്ടുകൾ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? കളികൾ കാണാൻ? കളികൾ പഴയ ആട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ആരും ചെയ്യുന്നില്ല. പഴയ തലമുറയ്ക്ക് ഇഷ്ടമാണ്, പക്ഷേ ആരും ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ മോഹൻ ആശാന്റെ ആ പഴയ ഓണക്കളിപ്പാട്ട് നമുക്ക് ഒന്ന് ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആശാനെ റെഡിയല്ലേ? റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ആണ്ടിലൊരിക്കൽ വരും തിരുവോണം, പൊഞ്ചിങ്ങ മാസത്തിലെ തിരുവോണം, നല്ല നാളായി കാണും തിരുവോണം, മാവേലി മന്നൻ വരും തിരുവോണം, അത്തം മുതൽ പിന്നെ എത്തും വിശേഷം, കുറിച്ചു പാടാന്ത കത്തൈതെ, ഓണത്തിൻ പിന്നെയും 10 ദിനങ്ങൾ മുമ്പായിട്ടെത്തുന്ന അത്തൻ തിരുന്നാൾ, മുറ്റത്ത് പൂവിട്ട് കുട്ടിക്കിടാങ്ങൾ എണ്ണിക്കഴിയുന്നു 10 ദിനങ്ങൾ, മുറ്റത്ത് പൂത്തറ ചെത്തി അരച്ചത് മറ്റു രസകരങ്ങൾ തക്കത്തൈതെ, പലരും പലതരം ഉണ്ടാക്കിയിടുന്ന ചിലതു ഞാൻ ചൊല്ലിടുന്നേ തക്കത്തൈതെ, മാലതി ചേലോടെ 3 നിലയിൽ ചായപ്പണികളും ചേർത്ത നിലയിൽ, മുറ്റത്തു തീർപ്പുള്ള നല്ല ഗമയിൽ, അതുപോലെ മറ്റു പലരും ഒരുക്കുന്നു പൂത്തറ നല്ല ചേലി തകത്തൈതെ, ഉപ്പവധിക്കാതെ ഫാഷൻ പിടിക്കും വേറൊരു മോഡലാക്കി തകത്തൈതെ, അടുത്തട്ട് നക്ഷത്രം പോലെ ഒരുക്കി കണ്ട നിലയത് പുഷ്പത്തിലാക്കി, പുഷ്പതളങ്ങൾ നിറങ്ങൾ ഒരുക്കി ഉപ്പവധിക്കാതെ ഫാഷൻ പിടിച്ച് അതുപോലെ ഒന്നൊരുക്കി തകത്തൈതെ, കുഞ്ചത്തിൽ പഞ്ചമി തഞ്ചത്തിൽ തീർത്തത് 5 നിലയിൽ അന്ന് തകത്തൈതെ, പല പല മട്ടങ്ങളോടെ കുട്ടികൾ തീർത്ത കലാവിരുതോടെ, മത്സരം എന്നോണം കൊണ്ടാടും പാടെ നാളങ്ങ് എത്തുന്നതോടെ, കുത്തിക്കൂറിച്ചുള്ള ചിത്രപ്പണികളും തൃക്കരപ്പനിലും തകത്തൈതെ, കുത്തിക്കൂറിച്ചുള്ള ചിത്രപ്പണികൾ തൃക്കരപ്പനിലും തകത്തൈത്, ഉച്ചയ്ക്കൊരൂണിന്റെ വട്ടങ്ങളെല്ലാം വീട്ടിലും അന്നൊരുക്കി തകത്തൈത്. അപ്പോ ഇന്നത്തെ നമ്മുടെ അതിഥിയായ മോഹൻ ആശാന്റെ വിവിധങ്ങളായ കഴിവുകളിൽ ഒന്ന് മാത്രമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കൂടാതെ നമ്മുടെ പച്ചക്കറി കൃഷിയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം പഴയ അനുഭവങ്ങൾ പലതും നമുക്ക് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്തിൻ്റെ പുതിയ ചുവടുകളും പുതിയ പാട്ടുകളൊന്നും നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നറിയില്ല. എങ്കിലും പഴയ തലമുറയ്ക്ക് ഇത്തരം ഓണപ്പാട്ടുകളും നാടൻ പാട്ടുകളൊക്കെ വളരെ ഹൃദ്യമാണ്. വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ധർമ്മൻ ആൻഡ് ദീപൻ ബ്ലോഗ്സിൻ്റെ പുതിയ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിലേക്ക്. ഗുഡ് ബൈ. മാല കൊണ്ടുപോയി. ആദ്യമുള്ള മാലയാണ് മക്കളെ, അത് തന്നിട്ട് പോ. എന്റെ ഈശ്വര, ആകെയുള്ള ഒരു മാല കൂടി പോയല്ല. ഇനി ഞങ്ങൾ എന്താ ചെയ്യാ?
തിരുമേനിയുടെ ഭാര്യ ആശുപത്രിയിലാ. എന്താ പറ്റിയേ? ഭാര്യ വഴിയിൽ വീണെടുക്കായിരുന്നു. നാട്ടുകാരെ ആശുപത്രി കൊണ്ടുപോയി. തിരുമേനി വേഗം ഒന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് ചെല്ല. പേടിക്കാനൊന്നുമില്ല. ദേവരെ, പരീക്ഷണങ്ങളാണല്ലോ. ദീപേട്ടാ എന്തിയടാ? നമ്മൾ ആ സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പിടിച്ചപ്പോഴേ ഞാനവരെ തള്ളി താഴെയിട്ടപ്പോൾ അപ്പോഴത്തെ അവിടെ ആ കരച്ചിലില്ലേ, അതിപ്പോൾ എൻ്റെ ഉറക്കം കെടുത്താ ദീപേട്ടാ. അതെൻ്റെ അമ്മയുടെ കരച്ചിൽ പോലെയാ എനിക്കിപ്പോൾ തോന്നുന്നത്. അതിന് നീ നിൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? നിന്നെ പ്രസവിച്ചോടനെ നിന്നെ ഒരു ആശുപത്രി പെൻഡിലിട്ടിട്ട് പോയില്ലേ? ആശുപത്രിക്കാർ നിന്നെ ഒരു അനാഥാലയത്തിലാക്കി. ആ അമ്മയെ നീ കണ്ടിട്ടുണ്ട്, ശബ്ദം കേട്ടിട്ടുണ്ട് പറഞ്ഞാൽ നിനക്ക് എന്താ അത്? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ദീപേട്ടാ. എൻ്റെ സ്വപ്നത്തിൽ പറഞ്ഞ അമ്മയെ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അല്ല, എന്താ നിൻ്റെ പ്രശ്നം? ദീപേട്ടാ, പലരോടും പൈസ കടം ചോദിച്ച് കിട്ടാതായപ്പോൾ ക്യാമറ വാങ്ങാൻ നമ്മൾ കണ്ടെത്തിയ ആ വഴിയുണ്ടല്ലോ, അതത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആ മാല അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. എൻ്റെ പൊന്ന് ദീപേട്ടാ, നിങ്ങളെ ഞാൻ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഈ സ്വഭാവം കണ്ടാ എൻ്റെ പൊന്നോ. അല്ല, നമ്മളെങ്ങനെ അവരെ കണ്ടുപിടിക്കും? ആ, ഈ കറങ്ങണ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കണം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ കണ്ടെത്തിയിരിക്കും. തല കറങ്ങിയിട്ട് വയ്യ. ആരോടെങ്കിലും ഒരു ചായ വാങ്ങി തരാൻ പറഞ്ഞാലോ? വേണ്ട സാവിത്രി, വേണ്ട. ദേവരെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ആകെ ഉണ്ടായിരുന്ന ഒരു തരി പൊന്ന അതും പോയി. വാടക കൊടുക്കാത്തതുകൊണ്ട് വീടും നഷ്ടമായി. നമ്മൾ ഇനി എന്ത് ചെയ്യും? മക്കളെ, ഒരു ചായ വാങ്ങിച്ചു തരുമോ? ഇത് നമ്മളന്വേഷിക്കുന്ന സ്ത്രീയല്ലേ? ആ അതെ. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ആ സ്ത്രീയുടെ തല പൊട്ടിയിട്ടാ. എന്ത് തള്ളാ തള്ളിയത്? അല്ല, അമ്മ എന്താ ചോദിച്ചേ? മക്കളെ, ഞങ്ങൾ രാവിലെ തുടങ്ങി ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ചായയും കടിയും വാങ്ങിച്ചു തരുമോ? ചായ മാത്രമല്ല, കഴിക്കാനും വാങ്ങിച്ചു തരും. പക്ഷെ ഞങ്ങൾ ഈ ക്യാമറയിൽ നിങ്ങളുടെ ഷൂട്ട് ചെയ്യും, എന്നിട്ടത് യൂട്യൂബിലിടും. എന്താ സമ്മതമാണോ? വേണ്ട, ചായയും വേണ്ട, കടിയും വേണ്ട. ഇനി നാണം കെടാൻ വയ്യ. ഇദ്ദേഹത്തെ കൊണ്ട് തോറ്റു. വിശന്നിട്ട് വയ്യ. നിങ്ങൾ ചായ വാങ്ങിച്ചു തരൂ, ഞാൻ പറയാം. ദീപേട്ടാ, തുടങ്ങല്ലേ? ആ തുടങ്ങാം. അമ്മേ, ഈ മൈക്കൊന്ന് കുത്തി. ആ, അവിടെ. ആ, ഓക്കെ. ഓക്കെ. ഹലോ ചങ്ങാതിമാരെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിൽ നമ്മൾ 2 പുതിയ അതിഥികളെയാണ് പരിചയപ്പെടുത്തുന്നത്. അമ്മയുടെയും ഈ അച്ഛൻ്റെയും ജീവിതം, ആ കഥ ഒന്ന് പറയാമോ? ഞാൻ പറയാം. എൻ്റെ പേര് സാവിത്രി അന്തർജനം. ഇദ്ദേഹത്തിന്റെ പേര് സൂര്യനാരായണൻ നമ്പൂതിരി. അയ്യോ അയ്യോ, തേവരെ വീഴൂലോ. വരിക തിരുമേനി, ഞാൻ പിടിക്കണോണ്ട് കുഴപ്പമുണ്ടോ? ഒന്ന് പിടിക്കേ. ഓ, അയ്യേ.
പതുക്കെ. പതുക്കെ പിടിക്കുക. തിരുമേനി ഇനി പോണ്ട, ഇവിടെ ഇരിക്കൂ, ഇവിടെ ഇരിക്കൂ. ആ ശരി ശരി. ഇതാണ് എനിക്ക് പറ്റിയ അപകടം. ഞാനും ഇദ്ദേഹവും കൂടി അമ്പലത്തിലെ മാനേജറെ പോയി കണ്ടു. അദ്ദേഹം ഞങ്ങളെ സഹായിക്കുന്നതിന് പകരം ഉള്ള ജോലി കൂടി നഷ്ടപ്പെടുത്തി. തിരുമേനിയെ ഞാൻ ഒന്ന് കാണാതിരിക്കുകയായിരുന്നു. ഇനി ഈ കൈ വെച്ചുകൊണ്ട് ക്ഷേത്രകർമ്മങ്ങളൊക്കെ എങ്ങനെ ചെയ്യാനാ? നമുക്കാണെങ്കിൽ നിത്യപൂജ ഒഴിവാക്കാനും പറ്റില്ല. അതുകൊണ്ട് തിരുമേനി കുറച്ച് ആൾ ലീവ് എടുത്തോളൂ. ഇനി ഞാൻ പറഞ്ഞിട്ട് കയറിയാൽ മതി. മാനേജർ അങ്ങനെ പറയരുത്. വേറെ വഴിയൊന്നുമില്ല. എന്നെ ഒഴിവാക്കരുത്. വേറെ നിർവാഹമൊന്നുമില്ല തിരുമേനി. എനിക്ക് പൂജ ചെയ്യാനല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഞാനൊരു സഹായിയായിട്ട് നിന്നോളാം. എന്നെ പറഞ്ഞു വിടരുത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? പുതിയ ശാന്തിക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിലാ. അവരെ നിയമിക്കാതെ പറ്റില്ല. ഇത് ഗവൺമെന്റിന്റെ പുതിയ ഓർഡറാ. തിരുമേനി, ഞാൻ കുറച്ച് പൈസ തരാം. തിരുമേനി കുറച്ച് ലോട്ടറി എങ്ങനെ വാങ്ങിച്ച് വിൽക്കാൻ നോക്ക്. ഇനി ഞാൻ എൻ്റെ കഥ പറയാം. അതുകൂടി അങ്ങോട്ട് ഷൂട്ട് ചെയ്തോ. ഞാൻ കടയിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ പുറകിലൂടെ 2 പേര് 2 വീലറിൽ. മതി 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 മതി. അമ്മേ, നിങ്ങളുടെ ബാക്കിയുള്ള കഥ എല്ലാം ഞങ്ങൾക്കറിയാം. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയും? അതെ, അത് ഞങ്ങൾ ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കി. ധർമ്മ, നമുക്ക് അവസാനിപ്പിക്കാം. ചങ്ങാതിമാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സവർണരായെങ്കിലും ജീവിത പരിതസ്ഥിതി മൂലം അവരുടെ അവസ്ഥ തന്നെ മാറിപ്പോയ ഒരച്ഛനെയോ അമ്മയോ ആണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അമ്മേ, ആ മൈക്കും തരാമോ? അപ്പോൾ അമ്മേ, ഇനി എന്താ നിങ്ങളുടെ പരിപാടി? അറിയില്ല. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ പോരുന്നു. ഇതൊരു പ്രായശ്ചിത്തം വന്ന് കൂട്ടിക്കോ. വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പറയാം. അതെ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് മുതൽ ഞങ്ങൾക്ക് ഇല്ലാതെ പോയ ഞങ്ങളുടെ അച്ഛനും അമ്മയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. വേണ്ട, അത് ശരിയാവില്ല. ഞങ്ങൾ ഈ അമ്പലപ്പറമ്പ് വിട്ട് വേറെ എവിടേക്കും ഇല്ല. സവർണനായ സൂര്യനാരായണൻ തിരുമേനിക്ക് ഞങ്ങളെ അത്ര പിടിച്ചിട്ടില്ല. വാടാ, നമുക്ക് പോകാം. താൻ എന്താ ഈ പറഞ്ഞത്? സവർണനെന്നോ? എൻ്റെ ഈ മുഖത്ത് നോക്കി തനിക്ക് എങ്ങനെ പറയാൻ തോന്നി? കണ്ണടയണവരെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. അച്ഛാ, ദീപേട്ട മറന്ന് കാര്യമാക്കണ്ട. നമുക്കേ വീട്ടിലേക്ക് പോകാം. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. അമ്മയ്ക്ക് നല്ലൊരു സർപ്രൈസ് കൂടിയുണ്ട്. അമ്മയുടെ ആ പവിത്രമായ താലിമാല ഒരിക്കലും നഷ്ടപ്പെടില്ല. ഞാൻ പറയാറില്ലേ, ദൈവം നമ്മളെ കൈവിടില്ലെന്ന്. ഈ അമ്പലം നട തന്നെ അതിന് സാക്ഷിയായി. ഈ വയസ്സുകാലത്ത് നമുക്ക് 2 മക്കളെ കിട്ടിയില്ലേ? വരൂന്നേ, നമുക്ക് അവരുടെ കൂടെ പോവാം. വരൂ അമ്മ. അച്ഛൻ എനിക്ക് ബാഗ് ഞാൻ പിടിച്ചോളാം. ദീപേട്ട, അച്ഛനെ പിടിച്ചേക്കണേ.